ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ സൂര്യ നായകനാകുന്ന കറുപ്പ് മൂവിയുടെ ട്രെയിലർ ഇന്നലെ 7 മണിക്ക് റിലീസായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാനത് നോക്കുമ്പോൾ ഏകദേശം 10 മില്യൺ വ്യൂസ് ആയിട്ടുണ്ട് ആ ട്രെയിലറിന്. അപ്പോൾ എന്തായാലും ലെറ്റ്സ് വാച്ച് ദ ട്രെയിലർ ആൻഡ് റിയാക്ട്. അപ്പോൾ ട്രെയിലർ കണ്ടാലോ? இவங்கள பாதி பேர் എന്തോ കോർട്ട് റിലേറ്റഡ് ഇഷ്യൂസ് ആണെന്ന് തോന്നുന്നു. നീതിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന കുറേ വക്കീലന്മാർ. லாயரே கிடையாது. பேபி கண்ணனோட கட்ட பஞ்சாயத்து டீம். ഓ, ഇതാണ് ഡയറക്ടർ RJ ബാലാജി. இப்படியே எத்தனை நாள் തൃഷ. இருக்கு? ஒரு நாள் இந்த இடம் மாறாமையா போகும். இது என் இடம், என் கோட். கடவுளே வந்தால் எதுவும் மாற்ற முடியாது. இதெல்லாம் சப்பு மேட்ரு சார். ഇന്ദ്രൻസ്. ஒரு நல்ல லாயரை பார்த்தா உடனே முடிச்சிடலாம். ഇന്ദ്രൻസ് ഇത് മറ്റേ ജിംഖാന ക്ലബ്ബ്, കാതൽ ദ കോർ എന്നൊക്കെയുള്ള മൂവിയിലുള്ള നായിക. പേര് ഓർക്കുന്നില്ല. Case passed on to next month 2nd. பினு ஃபீஸ் ட்ரான்ஸ்ஃபர் பண்ணிட்டியாமா? സ്വാസിക. Case passed on to next month 15th. பெரிய புடிக்கியா நீ யாரை வச்சு இனிமே இந்த கேஸ் நடத்துற நான் பாக்குறேன். ഓ വരുന്നത് പോലെ സൂര്യ ഇൻട്രൊഡ്യൂസിങ് സൂര്യ. ஆமா, நீங்க யாரு? உங்களை இந்த கோர்ட்ல நான் பார்த்ததே இல்லையே. ഓ ലുക്ക് കിഡു ലുക്കില് അടിപൊളിയുണ്ട് അപ്പിയറൻസ്. வா கருப்பு, வெல்கம். கொஞ்ச நாள் இல்ல, பயம் விட்டு போச்சு. நான் யார்கிட்டயும் சொல்ல மாட்டேன். ஹாய் ஹாய். ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സൂപ്പർ. என்ன சொன்ன? கடவுளே வந்தாலும் கோர்ட் ப்ரொசீஜரை மாத்த முடியாதா? வந்துட்டேன்டா, இனிமே செம்ம அடி அடிக்க போறேன். കടവുളായിട്ടാണോ? സൂര്യാസ് കടവുൾ. ஐயோ, வந்திருக்கிறது வெள்ளக்கார சாமி, அது கூட பாவம் கேட்கலாம். இது கருப்புடா, கருப்பண்ண சாமி. கண்டம் துண்டமா வெட்டி கசக்கி போட்டுடா. வேற பாய், என்ன பண்ண போற நீ இனிமே? கிரிக்கெட்ல கமெண்ட்ரி சொல்ற வேலைக்கு போறியா? அதுக்கு ஏதோ கிரிக்கெட் தெரியணுமா? தம்பி பிகே, கையில துப்பாக்கி கிடைச்சா யார் என்னன்னு பார்க்காம நீட்டிடுவியோ? ഓ சம்பவம் லோடிங். தெரிச்சிட்டீங்க. எல்லாம் நம்ம அன்பான ஃபேன்ஸ்க்காக. ഫീസ്റ്റ് ഓഫ് ടീം ബാലാജി. എന്തായാലും തൃശ അതിൽ പറയണ പോലെ പീക്ക് സംഭവം ലോഡിങ്. എനിക്കിത് കണ്ടപ്പോൾ RJ ബാലാജിയുടെ മുന്നത്തെ മൂവിയായ മൂക്കുത്തി അമ്മനിൽ നയൻതാര മൂക്കുത്തി അമ്മനായിട്ട് അവതരിക്കുന്ന പോലെ ഇതിൽ ഇൻജസ്റ്റിസിനെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് സൂര്യ കറുപ്പ് സ്വാമിയായിട്ട് അവതരിക്കുന്ന പോലെയാണ് എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ ഏകദേശം തോന്നിയത്. ഇറ്റ്സ് ജസ്റ്റ് എ പ്രഡിക്ഷൻ. എന്തായാലും മൂവി 14th റിലീസാകുമ്പോൾ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് റിവ്യൂ. എന്തായാലും എല്ലാം പ്രോമിസിങ് ആണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും സ്റ്റണ്ട് കൊറിയോഗ്രാഫി ആണെങ്കിലും ആക്ടിങ് വൈസ് സൂര്യയുടെ അപ്പിയറൻസ് എല്ലാം കിഡു. അപ്പോൾ എന്താണ്, നമുക്ക് മൂവി കണ്ടതിന് ശേഷം ഡിസൈഡ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു ട്രെയിലർ റിയാക്ഷനായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.